ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ അതാ ഉമ്മ കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ കുക്കർ എടുത്ത് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച കടല ഉണ്ട്. അപ്പോൾ ആ കടല വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് കടലക്കറിയും പുട്ടുകഴിഞ്ഞ്. അപ്പോൾ കടല ഇതാ കഴുകിയിട്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ തക്കാളിയും ഉള്ളി ഇട്ട് കൊടുത്ത് ഒരു പച്ചമുളക് കണ്ട് കീറിയിട്ട് കൊടുത്ത്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കണ്. അതിലേക്ക് കുറച്ച് വെള്ളം കണ്ട് പാർന്ന് കൊടുത്തേക്കണ്. എന്നിട്ട് ഇതാ ചായക്ക് വെള്ളം വെച്ചിന്, വെള്ളം തളിച്ചിക്കണ്. അപ്പം അതിലേക്ക് ചായപ്പൊടി കണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ അടുപ്പിൽ തന്നെ കറിയും വെച്ച് കൊടുത്തേക്കണ്. അപ്പോൾ വെന്തന്നപ്പോൾ മാറ്റിയിട്ട് പുട്ടുണ്ടാക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തേക്കണ്. അപ്പോൾ 2 ദിവസം മുന്നേ കൊടുന്ന പൂളൻ്റെ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൂള വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ വെച്ചിരുന്നു. അപ്പോൾ ആ പുട്ടിനായിട്ട് കിട്ടുന്ന മാവ് കുറച്ച് വെള്ളം ഇട്ടിട്ട് തേങ്ങ ഇതാ ഫസ്റ്റ് ട്രിപ്പ് വെച്ചിട്ടോ. അത് എന്താന്നപ്പോൾ നമുക്ക് ആ എടുത്തുകാണ്ട് കുത്തി എന്നാണ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് റെഡിയായി. സെക്കൻഡ് ട്രിപ്പാണിത്. അപ്പോൾ തേർഡ് ട്രിപ്പ്. ഇനി ലാസ്റ്റ് ട്രിപ്പാണ് ഇനി ഇടുന്നത്. ഇതുവരെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായി കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ കറി റെഡി ആയിക്കണ്. പുട്ട് റെഡിയായി. ഇനി കറിയിൽ താളിക്കാം. വെളിച്ചെണ്ണയും കടുകും ഇട്ടുകാണ്ട്. അപ്പോൾ ഇതാ പൂള വെന്ത് വന്നിക്കണ്. അപ്പോൾ ഇതുപോലെ കുത്തിയിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ അതിൽ ഇങ്ങനെ ചെയ്താൽ വേഗമാവില്ല നമ്മ കണ്ടപ്പോൾ പാത്രത്തിക്കിട്ട് ചെയ്തിക്കണ്. അപ്പോൾ ഞാൻ യൂണിഫോം ഇട്ട് നേരം വൈകുന്നു. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് ഓടിയിരുന്നു. അപ്പോൾ ഇതാ പൂളയും തേങ്ങയും കൂടി ഇട്ടെടുത്തിരിക്കുന്നു. കുറച്ച് പഞ്ചസാര ഇട്ടെടുക്കാം. നല്ല അടിപൊളിയാട്ടോ. ഇത് ട്രൈ ചെയ്യാത്തതൊന്നും മസ്റ്റ് അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്. പഞ്ചസാര അധികം ഇടരുത്. ഇതിട്ടാൽ മസ്റ്റാവും. ചെറിയൊരു മധുരം അതിലുള്ള ആരം. ഉപ്പ മാന്തൽ കൊടുന്നീന്. അപ്പോൾ തലേന്ന് ഉപ്പ മാന്തൽ കൊടുന്ന് വെച്ചിന്. അപ്പോൾ അത് മുറിച്ച് കാണ്ട് കറിയും പൊരിക്കാനും വേണ്ടിയിട്ട് മുറിക്കുകയാണ്. ചെറിയ ചെറിയ മാന്തളാട്ടോ. ഞാൻ ഇപ്പോൾ സ്കൂൾക്ക് പോയിട്ടുണ്ടായിന്ന്. ഉമ്മയാണ് വീഡിയോ എടുത്തീന്ന്. അപ്പോൾ ഇതാ പാത്രമൊക്കെ പരന്നെടുക്കണുണ്ടപ്പോൾ ഉമ്മ ഒക്കെ മോരക്കാൻ നിന്ന്. അപ്പോൾ ഇതാ ഉമ്മ പാത്രമൊക്കെ മോരക്കാണ്. ഇനി നമുക്ക് മാന്തൾ കായം പൊറ്റാൻ വേണ്ടിയിട്ട് പച്ചമുളക്,
വെളുത്തുള്ളി, ചെറിയുള്ളി ഇട്ടുകാണ്ട് ഒരു മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഇടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കണ്. കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത്തിരി പുളിവെള്ളം വാർന്ന് കൊടുത്തേക്കണ്. ഇനി അതിലേക്ക് മാന്തളം ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് ഇട്ട്. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതാ ചോറ് വെന്തിക്കണ്, ഊറ്റിയെടുക്കുകയാണ്. ഉമ്മതാ ഊറ്റുകയാണ്. ഞങ്ങളവിടുത്തെ ആടിനെ വിറ്റിക്കണ്. അപ്പോൾ കഞ്ഞിവെള്ളം ഇനി ആടിന് ആവശ്യമില്ല. അപ്പോൾ വേറെ പാത്രത്തിൽ എടുക്കുന്നുണ്ട്. നമുക്ക് കരിവേപ്പ് മരത്തിനായാലും അതിൻ്റെ ചോട്ടിൽ വെച്ച് കൊടുക്കാമല്ലോ. അങ്ങനെ ഇതാ ചോറ് വെന്തപ്പോൾ അടുപ്പിൽ തന്നെ മീൻ പൊരിക്കാനുള്ള ചട്ടി കൊണ്ട് വെച്ചിക്കണ്. കുറച്ച് വെളിച്ചെണ്ണയും പാർന്ന് കറിവേപ്പില ഇട്ട് കൊടുത്തിക്കണ്. എന്നിട്ട് ഇതാ മീനൊക്കെ ഇട്ടെടുത്ത് ഇനി കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ മാങ്ങയും തക്കാളിയും പച്ചമുളകും പുളിയും കൂടി ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ നല്ലോണം കുഴച്ച് കൊടുക്കാം. എന്നിട്ട് മീൻ വെന്തപ്പോൾ അടുപ്പിൽ തന്നെ കറി ഉണ്ടാക്കാൻ കറി വെച്ച് കൊടുത്തിക്കണ്. അപ്പോൾ ഇതാ കറി താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഇതൊക്കെ ഒഴിച്ച് അതിക്ക് ചീരുള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തേക്കണ്. അപ്പോൾ അതാ എണ്ണയ്ക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ഇതിൻ്റെ പേരെന്തെനിക്ക് ഓർമ്മ വരുന്നില്ല. ഒരു വയലറ്റ് പൂവുണ്ട് ഇതിൻ്റെ തലക്കൽ. പിന്നെ പേരക്കയില, കിയാർനെല്ലി, അതേമാതിരി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തേക്കണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു വയലറ്റ് പൂവിൻ്റെ ഇത് ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയ എണ്ണയിൽ ചേർത്തിട്ടില്ലേന്ന്. അപ്പോൾ ഇത് ആദ്യം ഉണ്ടാക്കിയ എണ്ണയിന്ന്. അപ്പോൾ അതിക്ക് ചേർത്ത് കാണ്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. മുടിക്കൊഴിച്ചിലിനായാലും മുടി തേച്ച് വളരാനായാലും ഈ ഒരു എണ്ണ യൂസ് ചെയ്താൽ മതി. ഇത്ര 16 പച്ചമരുന്ന് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാ ഉമ്മ തിരുമ്പാളൊക്കെ തിരുമ്പുകയാണ്. പാൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇത്രയുള്ള വീഡിയോ ഒരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള ചീരയും അതേമാതിരി വായ കൊലിച്ചതൊക്കെ കാണിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.